أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد صرفناه بينهم ليذكروا فأبى أكثر الناس إلا كفورا ولو شئنا لبعثنا في كل قرية نذيرا فلا تطع الكافرين وجاهدهم به جهادا كبيرا. صدق الله العظيم. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ഫുർഖാൻ അഥവാ സത്യാസത്യ വിവേചനം, ഇതിലെ 50, 51, 52 3 ആയത്തുകളാണ് ഓതിവെച്ചത്. അർത്ഥം ശ്രദ്ധിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലഖദ് സർറഫ്നാഹു ബൈനഹും ലിയദ്ദക്കറൂ ഫഅബാ അക്സറുൻ നാസി ഇല്ലാ കുഫൂറാ. വലഖദ് സർറഫ്നാ ബൈനഹും, വലഖദ് സർറഫ്നാഹു, നാം അതിനെ പരത്തിയിരിക്കുന്നു, ബൈനഹും അവർക്കിടയിൽ, ലിയദ്ദക്കറു അവർ ചിന്തിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. നാം അതിനെ അഥവാ ആ മഴയെ നാം പരത്തിയിരിക്കുന്നു അവർക്കിടയിൽ, ലിയദ്ദക്കറു അവർ ചിന്തിച്ച് മനസ്സിലാക്കാൻ വേണ്ടി. ഫഅബാ അക്സറുന്നാസി, എന്നാൽ അധിക ആളുകൾക്കും ചിന്തിക്കാനുള്ള മനസ്സ് വന്നില്ല. ഇല്ലാ കുഫൂറ, അതിനെ നിഷേധിക്കുക മാത്രമാണ് ചെയ്തത്, തള്ളിക്കളയുക മാത്രമാണ് ചെയ്തത്. അതിനെ ഉൾക്കൊള്ളാനുള്ള മനസ്സ് അവർക്ക് വന്നില്ല. വലൗ ശിഅ്ന, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, ലബഅസ്ന, നാം നിയോഗിക്കുമായിരുന്നു, അല്ലെങ്കിൽ നാം അയക്കുമായിരുന്നു, ഫീ കുല്ലി ഖറിയത്തിൻ, എല്ലാ നാട്ടിലേക്കും, നദീറ, മുന്നറിയിപ്പുകാരെ. നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ എല്ലാ ഗ്രാമങ്ങളിലേക്കും എല്ലാ നാടിലേക്കും നാം മുന്നറിയിപ്പുകാരെ നിയോഗിക്കുമായിരുന്നു, പ്രവാചകന്മാരെ നിയോഗിക്കുമായിരുന്നു. ഫലാ തുതിഇൽ കാഫിരീന, അതുകൊണ്ട് താങ്കൾ കാഫിറുകളെ, സത്യനിഷേധികളായ ആളുകളെ ഒരിക്കലും ഇതിനെ അനുസരിച്ച് പോകരുത്. താങ്കൾ സത്യനിഷേധികളായ ആളുകൾ ഒരിക്കലും അനുസരിച്ച് പോകരുത്. വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ, താങ്കൾ അവരോട് വലിയ സമരം ചെയ്തു കൊണ്ടിരിക്കുക, വലിയ സമരം താങ്കൾ അവരോട് ചെയ്യുക. ഇവിടെ മഴയെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കി തന്നു. മഴ അള്ളാഹുവിൻ്റെ മാത്രം നിയന്ത്രണത്തിലുള്ള ഒന്നാണ്. അങ്ങനെ മഴ നമുക്ക് കിട്ടുകയും ലഭ്യമാക്കിയതുകൊണ്ട് ആളുകൾ അതിനെ സംബന്ധിച്ചൊന്നും ആലോചിക്കാതെ ആ മഴ അതിൻ്റെ കാര്യകാരണങ്ങളൊന്നും ബന്ധപ്പെടാതെ അതിനെ സ്വീകരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ അള്ളാഹു പറയുന്നു, വലഖദ് സർറഫ്നാഹു ബൈനഹും, നാം അവർക്കിടയിൽ അത് വിതരണം ചെയ്തു, പരത്തി. ലിയദ്ദക്കറു, അവരതിനെപ്പറ്റി ചിന്തിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ അവരിൽ അധിക പേരും നന്ദികേട് കാണിക്കാനല്ലാതെ മറ്റൊന്നിനും അവർക്ക് ഇത് ചിന്തിച്ച് മനസ്സിലാക്കാനുള്ള മനസ്സ് അവർക്കുണ്ടായില്ല. മഴ ജനങ്ങൾക്കും കൃഷിക്കും കന്നുകാലികൾക്കുമൊക്കെ പ്രയോജനപ്പെടുന്ന രൂപത്തിൽ അള്ളാഹു നദിയിലൂടെയും മറ്റുമായി ഒഴുക്കുകയുണ്ടായി. ഒരു സ്ഥലത്ത് ഒരു പ്രാവശ്യം പെയ്യിപ്പിക്കുന്ന മഴ മറ്റൊരു സ്ഥലത്തേക്കായിരിക്കും അടുത്ത പ്രാവശ്യം കൊടുക്കുക.
അല്ലെങ്കിൽ ഒരു കൊല്ലം നല്ല മഴ കിട്ടിയ സ്ഥലത്ത് അടുത്ത കൊല്ലം മഴ കിട്ടാതെയും ഇരിക്കാൻ സാധ്യതയുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഒരു കൊല്ലവും മഴ അധികമായി ഉണ്ടാകുന്നില്ല എന്നും സ്ഥലം മാറ്റുക മാത്രമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്നത് എന്നുമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മേൽ നിന്ന് അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്, ഒരു വർഷം മറ്റൊരു വർഷത്തേക്കാൾ അധിക മഴ ഉണ്ടാകുന്നില്ല. ജനം ധിക്കാരം പ്രവർത്തിക്കുമ്പോൾ അവിടുത്തെ മഴ മറ്റ് ജനങ്ങളിലേക്ക് അള്ളാഹു അയക്കുകയാണ് ചെയ്യുന്നതെന്നാണ്. അവർ മുഴുവനും തെറ്റ് ചെയ്താൽ അള്ളാഹു പാഴ്നിലങ്ങളിലേക്ക് ആ മഴയെ മാറ്റുകയാണ് ചെയ്യുന്നതെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് സംബന്ധമായിട്ട് പറഞ്ഞിട്ടുള്ളത്. മനുഷ്യരിൽ അധിക പേരും അള്ളാഹുവിൻ്റെ ഉപകാരങ്ങൾ നിഷേധിക്കുകയും അതിനെപ്പറ്റി ചിന്തിക്കാതിരിക്കുകയും ഒരു സൃഷ്ടാവിൻ്റെ ഉണ്മയെ സംബന്ധിച്ച്, സൃഷ്ടാവ് ഉണ്ട് എന്നതിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ അവൻ്റെ കഴിവിനെ സംബന്ധിച്ച് അത് സ്വീകരിക്കാതിരിക്കുകയും ധിക്കാരം കാണിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല നാടുകളിലും മാറി മാറി മഴ പെയ്യ്ക്കുകയോ അല്ലെങ്കിൽ മഴ കൊണ്ടുള്ള ബുദ്ധിമുട്ടും പ്രയാസങ്ങളുമൊക്കെ അവരനുഭവിക്കുകയോ ചെയ്യിപ്പിക്കുന്ന ഒരു സ്വഭാവം അള്ളാഹു ചെയ്യും. കാരണം ഈ ആളുകൾ അത്രയും നന്ദികേട് കാണിക്കുന്ന സമയത്ത്. മറ്റൊന്ന്, വലൗ ശീന, നാം ഉദ്ദേശിച്ചുവെങ്കിൽ ലബഅസ്നാ ഫീ കുല്ലി ഖറിയത്തിൻ നദീറ, എല്ലാ നാട്ടിലേക്കും ഓരോ മുന്നറിയിപ്പുകാരനെ നാം അയക്കുമായിരുന്നു. അള്ളാഹ്ക്ക് വേണമെങ്കിൽ ഓരോ നാട്ടിലേക്കും ഓരോ പ്രവാചകന്മാരെ അയക്കാൻ പറ്റും. പക്ഷേ അങ്ങനെ അള്ളാഹു അയക്കുന്നില്ല. ഒരു പ്രവാചകൻ തന്നെ ഒരു നാട്ടിലേക്ക് എന്ന രൂപത്തിലാണ് ആദ്യ ഘട്ടത്തിലൊക്കെ അള്ളാഹു അയച്ചിട്ടുള്ളത്. പിന്നീട് ലോകം എല്ലാ ഭാഗത്തേക്കും ജനങ്ങൾ സഞ്ചരിക്കുകയും കപ്പൽ മാർഗത്തിലും അല്ലാതെയുമൊക്കെ ആയിട്ട് നാടിൻ്റെ വിവിധ ഭാഗത്തേക്ക് ചെന്നെത്താനുള്ള സംവിധാനങ്ങൾ ഒരുങ്ങുകയും ചെയ്തപ്പോൾ അള്ളാഹു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സർവ്വ ലോകത്തേക്കുമുള്ള സർവ്വ രാജ്യത്തേക്കുമുള്ള പ്രവാചകനായി നിശ്ചയിക്കുകയായിരുന്നു. അതുവരെ ഓരോ നാട്ടിലേക്ക് ഓരോ ഭൂഘടനകളിലേക്കൊക്കെ ആയിട്ട് പ്രവാചകന്മാരെ അള്ളാഹു അയച്ചിരുന്നു. ചില സ്ഥലങ്ങളിലേക്ക് കൂടുതൽ പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട്. ജനവാസം കൂടുതലുള്ള സ്ഥലങ്ങളിലേക്ക് അള്ളാഹു കൂടുതൽ പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ പിന്നീട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നതിന് ശേഷം ജനങ്ങൾ തമ്മിലുള്ള ദൂരം കുറയുകയും ഭൂഖണ്ഡങ്ങൾ തമ്മിലൊക്കെയുള്ള അകൽച്ച കുറയുകയും അങ്ങോട്ടൊക്കെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുകയും കപ്പൽ ഗതാഗതമൊക്കെ കൂടുതൽ ആവുകയും ഒക്കെ ചെയ്തപ്പോൾ ഇനി ഒരു പ്രവാചകൻ മതി എന്ന സ്ഥലത്തെത്തിയപ്പോഴാണ് അള്ളാഹു ഒരൊറ്റ പ്രവാചകനിലേക്ക് മാറ്റിയിട്ടുള്ളത്. വലാ തുതിഅൽ കാഫിരീന, കാഫിറുകളെ താങ്കൾ അനുസരിച്ച് പോകരുത്. ഇതുകൊണ്ട് അവരോട് വലിയ സമരം താങ്കൾ നിർവഹിക്കുകയും ചെയ്യുക എന്ന് അള്ളാഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുകയാണ്. സത്യനിഷേധികളോട് ഒരു കാലത്തും യോജിച്ച് മുന്നോട്ട് പോകാൻ വിശ്വാസി സമൂഹത്തിന് കഴിയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും സാധിക്കില്ല. കാരണം അവരുടെ ആ മാർഗത്തിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്. പ്രവാചകനെ ധിക്കരിക്കുക, പ്രവാചകത്വത്തെ ധിക്കരിക്കുക, പ്രവാചകൻ കൊണ്ടുവന്ന ദൗത്യത്തെ തള്ളിപ്പറയുക, അള്ളാഹുവിനെ ധിക്കരിക്കുക. അവർ പറയും ആ അൽഫൈന അലൈഹി ആബാന, ഞങ്ങളുടെ പിതാക്കന്മാരെ എങ്ങനെയാണോ കണ്ടത് ആ രൂപത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോകും, അതല്ലാതെ ഒന്നും ഞങ്ങൾ ചെയ്യില്ല, പുതുതായി കൊണ്ടുവന്ന ദീനിനെ ഞങ്ങൾ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകത്വത്തെ അവർ ധിക്കരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അള്ളാഹു പറയുന്നു, താങ്കൾ അവരോട് യോജിക്കാൻ കഴിയില്ല, യോജിക്കേണ്ടതില്ല. താങ്കൾ അവരോട് വലിയ സമരം നടത്തുക, ആരാധന കൊണ്ടും പ്രാർത്ഥന കൊണ്ടും എന്നാണ് ഒരു വീക്ഷണം. അതായത് അവർ ചെയ്യുന്നത് പോലെയല്ല, താങ്കൾ ആരാധന കൊണ്ട് അതേപോലെ തന്നെ പ്രാർത്ഥന കൊണ്ട് സമരം ചെയ്യുക എന്നാണ് ഒരു വിഭാഗം പറയുന്നത്. ആരാധന കൊണ്ടും പ്രാർത്ഥന കൊണ്ടും എന്ന ഒരു വീക്ഷണം, യുദ്ധമെന്ന് മറ്റൊരു വീക്ഷണവും നടക്കുന്നുണ്ട്. മൂന്നാമതൊരു വിഭാഗം പറയുന്നത് ഇത് രണ്ടും എന്നാണ്. ആരാധന കൊണ്ട് അവർ ചെയ്യാത്ത രൂപത്തിലുള്ള ആരാധനകൾ താങ്കൾ നിർവഹിക്കുമ്പോൾ അത് അവരോടുള്ളൊരു സമരമായിത്തീരും. അതോടൊപ്പം തന്നെ അവരോട് നേർക്ക് നേരെ പോരാടേണ്ട ഘട്ടം വന്നു വെച്ചാൽ അങ്ങനെയും താങ്കൾക്ക് പോരാടേണ്ടി വരും. അതും ഇനി അത് രണ്ടും കൂടി നിർവഹിക്കേണ്ട സംഗതിയാണെങ്കിൽ അതും ചെയ്യണമെന്നാണ് മൂന്നാമതൊരു വിഭാഗം പറയുന്നത്. മക്കയിൽ അവതരിച്ച സൂറത്താണിത്.
അവിടെ സായുധ സമരം അവിടെ അള്ളാഹു അനുവദിച്ചു കൊടുത്തിട്ടില്ല. ഹിജ്റയ്ക്ക് ശേഷം കുറച്ചു കാലം കഴിഞ്ഞതിന് ശേഷമാണ് യുദ്ധകൽപ്പന വരുന്നത് എന്നും നമ്മൾ ഈ തരുണത്തിൽ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ നാടുകളിലേക്കും നിയുക്തമാണ് എന്നതുകൊണ്ട് തന്നെ എല്ലാ നാടുകൾക്കും വേണ്ടി താങ്കൾ പരിശ്രമിക്കണമെന്നും പ്രയത്നിക്കണമെന്നും ഇതിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കി തരികയും ചെയ്യുന്നുണ്ട്. വിശുദ്ധ ഖുർആനെ അർഹിക്കേണ്ട ഗൗരവത്തോടെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.